സുധാമഴമേഘം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. നമ്മൾ ചേനയോ കുമ്പളങ്ങയോ അതൊന്നും ഇല്ലാതെ നല്ല ശരീരത്തിന് പറ്റിയ, നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ള കൊളസ്ട്രോളും ഷുഗറിനും എല്ലാം നമ്മൾക്ക് കമ്മിയാകാനുള്ള കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് കാണിച്ചു തരാം. വരൂ. ഹെൽത്തി ആയിട്ടുള്ള കറിയാണല്ലോ ചെയ്യാൻ പോണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഒക്കെ വൃത്തിയായി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. മുതിര ഞാൻ മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ ഈ കറിക്ക് ഉപയോഗിക്കാൻ പോണത്. ഈ മുതിര മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂറെങ്കിലും മുതിര കുതിർന്നിരിക്കണം. അപ്പോഴേ നമ്മൾ ആ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളൊരു തുണിയിൽ കെട്ടുക അല്ലെങ്കിൽ വലിയൊരു അരിപ്പിയിലിട്ടിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ച് കിട്ടും. നമ്മൾ ചെറുപയറൊക്കെ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഒരു 5 മണിക്കൂർ കൊണ്ട് മുളച്ച് കിട്ടും. പക്ഷേ ഇത് അങ്ങനെയല്ല. 10 മണിക്കൂറെങ്കിലും കുതിർന്ന് നമ്മൾ വാര വെച്ച ശേഷം ഒരു 10 മണിക്കൂർ കഴിയുമ്പോഴേ ഇത് മുളച്ച് വരുള്ളൂ. പിന്നെ ഞാൻ അടുത്തതായിട്ട് എന്താ എടുത്തിരിക്കുന്നത്, തേങ്ങ കുറച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഈ മുതിര മുളപ്പിച്ചതുണ്ടല്ലോ, ഇതൊന്ന് നമ്മൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾക്ക് ഈ മുതിരയ്ക്ക് മാത്രം ആവശ്യമുള്ള ശകലം ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾക്ക് മുതിരയൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുതിരയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. നമ്മുടെ മുതിരയൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് കാഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 സ്പൂണ് ജീരകവും ഒരു 10-12 കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില. അപ്പോൾ കടുകും മുളകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ശകല ഉപ്പ്, ചെറു തീയിൽ നമ്മൾക്ക് ഈ വാഴപ്പിണ്ടിനെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത്രയും സമയം വാട്ടിയാൽ മതി. ഇതാ കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ ഉണ്ണിത്തണ്ട് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 സ്പൂണ് വെള്ളം മതിയാവും. നമ്മൾക്ക് ഈ ഉണ്ണിത്തണ്ടിൽ ധാരാളം വെള്ളം ഉള്ളത് കൊണ്ട് അത് നമ്മൾക്കൊന്ന് ചൂടാകുമ്പോഴേക്ക് അതിൻ്റെ വെള്ളമൊക്കെ വെളിയിൽ വരും. അതുകൊണ്ട് നമ്മൾക്ക് ഒരു 4 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഈ ഉണ്ണിത്തണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. നമ്മൾക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ മുതിരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാ ഒടഞ്ഞു പോണ് കണ്ടില്ലേ. അപ്പം ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇതാ നിങ്ങൾ ഈ കറി പാചകം ചെയ്യുമ്പോൾ ആദ്യം തന്നെ മുതിര വേവിച്ച ശേഷം ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പം നമ്മൾക്കിതിലേക്ക് ഈ മുതിര കൂടി ഇട്ട് കൊടുക്കാം. മുതിര ഇട്ട ശേഷം നമ്മൾക്ക് ഈ നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിതിൽ പ്രധാനമായിട്ട് എന്താണ് ആവശ്യമുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു 1/2 സ്പൂണ് ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ നാളികേരം ചതച്ചതും
അതിലത്തെ ഓരോ കുരുമുളകും ഇതെല്ലാം കൂടി നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവുക. നമ്മൾക്ക് ഈ മുതിരിൻ്റെ ആ പച്ച മണമോ അതൊന്നും നമ്മൾക്ക് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നമ്മൾക്ക് ചായക്കൊപ്പം കൂടെ കുറച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.